ഡൽഹി മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള നിയുക്ത എംഎൽഎമാരുടെ യോഗം വൈകിട്ട് 7 നടക്കും. യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കും. ഇന്ന് രാത്രി തന്നെ ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കും. നിയമസഭാ കക്ഷിയോഗത്തിൽ നിരീക്ഷകരായി രവിശങ്കർ പ്രസാദ്, ഓം പ്രകാശ് ധൻഖർ എന്നിവരെ നിയോഗിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ആരായിരിക്കും അടുത്ത ഡൽഹി മുഖ്യമന്ത്രി എന്നതിൽ എന്തെങ്കിലും സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? ഈ സുപ്രധാനമായ നിർണായകമായ യോഗം 7 മണിക്കാണെന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും ഉയർന്നു കേൾക്കുന്ന പേരുകൾ ആരുടെയൊക്കെയാണ്? പ്രജിൻ, ഇപ്പോൾ ഈ യോഗം ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഉയർന്നു കേൾക്കുന്ന ഒരു സൂചന എന്നുള്ളത് ബനിയ വിഭാഗത്തിൽ നിന്നായിരിക്കും ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളതാണ്. നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്ന പേരുകളിൽ ബനിയ സമുദായത്തിൽ നിന്നുള്ള 2 പേരുകൾ ഉൾപ്പെടുന്നുണ്ട്. അതിലൊന്ന് വനിത കൂടിയായ രേഖ ഗുപ്തയുടേതാണ്. മറ്റ് ഒരു പേര് എന്നുള്ളത് വിജേന്ദ്ര ഗുപ്തയുടേതാണ്. കഴിഞ്ഞ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. അതിൽ രേഖ ഗുപ്തയ്ക്ക് കൂടുതൽ സാധ്യതയേറുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. എന്നാൽ ഔദ്യോഗികമായ പ്രഖ്യാപനം അത് യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. നേരത്തെ ഇന്ന് വൈകിട്ട് 3 മണിക്ക് യോഗം ചേരാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ RSSന്റെ ഡൽഹിയിലെ പുതിയ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത് വൈകിട്ട് 4 മണി മുതൽ 6:30 വരെയാണ്. അതുകൊണ്ട് തന്നെ ഈ യോഗം 7 മണിയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. 7 മണിക്ക് ആരംഭിക്കുന്ന യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്, ഓം പ്രകാശ് ധൻഖർ എന്നിവരെയാണ് നിരീക്ഷകരായി BJP കേന്ദ്ര നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ വെച്ച് നേരത്തെ ഉച്ചയോടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിൽ അംഗീകരിച്ച പേര് അംഗീകരിച്ചതായി അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചതായുള്ള കാര്യം യോഗത്തെ അറിയിക്കുകയും യോഗം അത് ഐകകണ്ഠമായി പാസ്സാക്കുകയും ആയിരിക്കും എന്നാണ് BJP സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നത്. തുടർന്ന് ഈ യോഗത്തിന് ശേഷം പേര് ഔപചാരികമായി പ്രഖ്യാപിക്കും. തൊട്ടു പിന്നാലെ തന്നെ പുതിയ നേതാവായി തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ നേതാവിന്റെ നേതൃത്വത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാനാണ് നിലവിലുള്ള തീരുമാനം എന്നുള്ളത്. ഇന്ന് രാത്രിയോടുകൂടി ആ ഔപചാരികമായ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കുകയും നാളെ രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുകയും ചെയ്യുമെന്നാണ് BJP നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഡൽഹി രാംലീല മൈതാനത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. സുരക്ഷാ പരിശോധനയും അലങ്കാരങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്രമന്ത്രിസഭയിലെ വലിയൊരു നിര തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കും. എന്നാൽ യോഗി ആദിത്യനാഥ് അടക്കം 4 മുഖ്യമന്ത്രിമാർ ചടങ്ങിനെത്തില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ 4 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ബജറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് BJP സംസ്ഥാന നേതൃത്വം നൽകുന്ന വിവരം. മറ്റ് സിനിമ, കായിക മേഖലയിൽ നിന്നുള്ള പ്രമുഖർ അടക്കമുള്ളവർക്ക് ഈ ചടങ്ങിനായി ക്ഷണമുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്.